ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ പി ജെ വിൻസെന്റ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, 50 വർഷം നീണ്ടുനിന്ന ഭരണത്തിന് അവസാനമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. HTSന്റെ ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു മിന്നൽ പിണർ മുന്നേറ്റം നടത്തി. ഉത്തര ഇറാഖും ഉത്തര സിറിയയിലെ ഇറാഖ് ആയിരുന്നു അവരുടെ കേന്ദ്രം. അവിടെ ഒരു വലിയ ഭൂപ്രദേശം സ്വന്തമാക്കി അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഭാഷ്യത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുകയുണ്ടായി. സമാനമായ രൂപത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ HTS നടത്തിയിട്ടുള്ളത്. അത് സിറിയയുടെ കഴിഞ്ഞ 50 വർഷം ഉള്ള ഏകാധിപത്യ ഹാഫിസ് അൽ ബാഷറിന്റെയും അതിനുശേഷം ബാഷർ അൽ അസദിന്റെയും ഏകാധിപത്യ ഭരണകൂടം അവസാനിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് ഏത് തരത്തിലാണ് ഒരു ജനാധിപത്യപരമായ മാറ്റത്തിന് കളമൊരുങ്ങുന്നത് എന്നത് വേറെ പ്രശ്നമാണ്. അടിസ്ഥാനപരമായി സിറിയയിലെ ഷിയ സുന്നി സംഘർഷത്തിന്റെ ഒരു വിശാലമായ പശ്ചാത്തലം ഇവിടെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ HTSന്റെ ഉദയത്തോടു കൂടി ഇറാന്റെ നേതൃത്വത്തിൽ ആ മേഖലയിൽ രൂപപ്പെട്ടു വന്ന വിശാലമായ ഒരു ഷിയ സഖ്യത്തിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ള വളരെയധികം ദുർബലമായിരിക്കുന്നു. ഇറാൻ തന്നെ ദുർബലമായിരിക്കുന്നു. ഹൂത്തികൾക്ക് പഴയതുപോലെയുള്ള സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 രാജ്യങ്ങൾ ഈ ഷിയ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു: ഇറാൻ, ഇറാഖ്, സിറിയ. അതിൽ സിറിയ ഇപ്പോൾ വീണിരിക്കുന്നു എന്നത് ഈ ഒരു ബന്ധത്തിലെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, 2016 അലപ്പോ കീഴടക്കിയതിനു ശേഷം ഹിസ്ബുള്ളയുടെ പിന്തുണയോടുകൂടി, ഹിസ്ബുള്ളയാണ് ഗ്രൗണ്ട് വാറിയേഴ്സ്, ഈ സൈന്യം ഇദ്ലിബിലേക്ക് നീങ്ങിയ സമയത്ത് തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. തുർക്കിക്ക് അവിടെ താല്പര്യമുണ്ട്. അന്ന് തുർക്കിയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഇദ്ലിബ് കീഴടക്കാതെ സൈന്യം പിന്മാറുന്നത്. അത് റഷ്യൻ വ്യോമസേനയുടെ കവറിൽ ഹിസ്ബുള്ളയും സിറിയൻ ആർമിയും, അലവൈറ്റ് സിറിയൻ ആർമി എന്ന് പറയുന്നതായിരിക്കും ശരി, കാരണം അതൊരു അലവൈറ്റ് ഷിയായിറ്റ് റഷ്യമാണ് ഈ ബാഷർ അൽ അസദിന്റെ. അത് സലഫി ജിഹാദിസ്റ്റ് റവല്യൂഷനിലൂടെ അൽ ജലാനിയുടെ ഒരു ഭരണം അവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് അതിലുള്ള അടിസ്ഥാനപരമായ മാറ്റം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, തുർക്കിയുടെ ഒരു പ്രോക്സി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ലിബ് കേന്ദ്രീകരിച്ച് ഈ HTS പ്രവർത്തിച്ചിരുന്നത്. അപ്പം ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ളയുടെ പിന്തുണയോടുകൂടിയും ഇറാൻ രാഷ്ട്രത്തിന്റെയും റഷ്യയുടെ പിന്തുണയോടുകൂടിയും ബാഷർ അൽ അസദിന്റെ ഭരണകൂടം നിലനിന്നുവെങ്കിൽ ഇപ്പോൾ അത് തുർക്കിയുടെ പിന്തുണയോട് കൂടിയുള്ള ഒരു ഭരണമായിട്ടാണ് അത് നിൽക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇസ്രായേൽ, US ഈ 2 രാജ്യങ്ങളെയും വെറുപ്പിക്കാതെ വളരെ തന്ത്രപരമായി ഒരു സമീപനമാണ് ജൊലാനി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ജൊലാനിയെ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ലക്ഷ്യം വെക്കാതിരുന്നത്. അബൂബക്കർ അൽ ബാഗ്ദാദിയെ കൊലപ്പെടുത്തിയ അമേരിക്കൻ സൈന്യത്തിന് ഇദ്ലിബ് എന്ന് പറയുന്ന വട്ടത്തിൽ നിന്ന് ജിഹാദി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അൽ ജലാനിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം, ഒരു സമീപനം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇതുവരെ ജൊലാനി ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ എതിരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സിറിയ പടിഞ്ഞാറിനെതിരായിട്ടുള്ള ഒരു ലോഞ്ചിങ് പാടായി പ്രവർത്തിക്കില്ല എന്നും തങ്ങളുടെ ലക്ഷ്യം ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്ന ബാഷർ അൽ അസദിന്റെ റെജീമിനെ തകർക്കുക എന്നതാണ്. അതിന് പകരം ഒരു ശരിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണകൂടം സിറിയയിൽ സ്ഥാപിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അൽഖ്വയ്ദയൊക്കെ മുന്നോട്ട് വെക്കുന്ന പോലെ ഒരു ആഗോള ഇസ്ലാമിക് റവല്യൂഷൻ എന്നുള്ള ആശയമൊക്കെ വെക്കുകയും ലോകത്തെമ്പാടും ഈ സൂയിസൈഡ് ബോംബേഴ്സിനെ കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്ത്രപരമായ ഒരു സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതെ, അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ലോകം. നന്ദി ശ്രീ പി ജെ വിൻസെന്റ് പ്രതികരിച്ചതിന്.